രാവിലെ എണീറ്റു. ഇതിലൊക്കെ ഫുൾ പ്രാണി കൊതുകൊക്കെ ടെൻറ്റിന് ചുറ്റും ഇരിക്കുക. കുറേയൊക്കെ ഞാൻ കൊട്ടിക്കളഞ്ഞു, എന്നാലും ഇനിയും ബാക്കിയുണ്ട്. സോ നമുക്ക് നേരെ എണ്ണീറ്റ് നമുക്ക് മീൻ പിടിക്കാൻ പോവാം. എൻ്റെ അമ്മ എൻ്റെ കൈയൊക്കെ പോകണം. ഓക്കെ, വ്യൂ കാണണ്ടേ? ഇപ്പൊ കാണിച്ചു തരാം. വ്യൂ വേണേ കണ്ടോ? അയ്യോ, ഗുഡ് മോർണിംഗ് അടിച്ചു. ഓക്കെ, രണ്ടെടുക്കട്ടെ. എൻ്റെ പൊന്നു മോനെ, വെളുവൻ വെള്ളിയാഴ്ചയൊക്കെ വന്നു. അയ്യോ, നൈസാട്ടോ, നൈസാ. ഞാൻ കുറേ നേരമായി ആക്ച്വലി മീൻ പിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ ക്യാമറ ചാർജ് കുത്തിയിട്ടേക്കായിരുന്നു. ഇവിടെ തണുപ്പാണോ കൊണ്ടാണോ എന്താണോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കരയുടെ അറ്റത്ത് മീൻ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതിനൊന്നും കാണാനില്ല. അതുണ്ടെങ്കിൽ അതിനെ പിടിച്ചൊരെണ്ണം കുളത്തിയിട്ട് എറിഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു പിടിക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ പിടിച്ച്, പക്ഷേ ഇത്തവണ ഇല്ല. ഇത് പിടിക്കാനുള്ള ആഗ്രഹം കൊണ്ടും അല്ല, വേറെ കോമഡി, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് അவ்வளோதான். ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, കറക്റ്റ് ഹോളിൽ സെൽഫി സ്റ്റിക്ക് വെക്കാൻ പറ്റും. നൈസ്. വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ വെക്കാൻ പറ്റുന്നുമില്ല. ആക്ച്വലി വെക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആദിയുഷ സന്ധ്യ പോത്തത് എവിടെ? ഓക്കെ, യെസ്. സോ എന്താണ് ചൂണ്ട? നമ്മുടെ ചാപ്പൻ ചൂണ്ടയാണ് ഗൈസ്. ഏറ്റവും ചാപ്പൻ ചൂണ്ട നമ്മുടെ. അഡ്ജസ്റ്റ് ചെയ്യാം, മീൻ പിടിക്കാനല്ലല്ലോ, രസത്തിനല്ലേ. ഇത് എൻ്റെ കയ്യിലൊക്കെ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ആ മീനിൻ്റെയൊക്കെ കഷ്ടകാലം. കാരണം മീൻ വേണ്ടിയിട്ടല്ല, ചുമ്മാ മീൻ പിടിക്കാനുള്ള ആ ഒരു വൈബിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മീൻ പിടിച്ചാൽ അത് വെറുതെ ചത്തും പോയി. ഞാനാണെങ്കിൽ അതിനെ തിരിച്ചു വിടത്തുമില്ല. തിരിച്ചു വിട്ടാത്ത ക്രൂരമാണ് ഞാൻ. അയ്യോ, കട്ടായിപ്പോയി. കുറച്ച് അപ്പുറത്തേക്ക് പോവാം. ഒരു കാര്യം മനസ്സിലായി, ഒരു കൊഞ്ചോ ചെമ്മീനോ എല്ലാം ഒക്കെ ആയിട്ട് വന്ന പടപടയെന്ന് മീൻ അടിച്ചുകൊണ്ട് പോവാം. അതല്ലെങ്കിൽ മൂഞ്ചിട്ട് പോവാം. കാരണം ചെറിയ മീനിനൊക്കെയാണ് തിന്നുന്നതെന്ന് തോന്നുന്നത്. കഴിഞ്ഞ കോഴീനെ വരെ ഇട്ട് കൊടുത്തതാണ്, മൈൻഡ് ചെയ്തില്ല. മീനിനെ ഇട്ട് കൊടുത്തപ്പോൾ ലാശാന്മാരെല്ലാവരും വന്ന് ചാമ്പിക്കൊണ്ട് പോയി. ഞാൻ പോയി കുറച്ച് മക്കടി എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ മക്കടി ഒന്നും മനുഷ്യന് വേണ്ട. സോറി ഗൈസ്, മക്ഡൊണാൾഡ്സ് ആണ് ഉദ്ദേശിച്ചത്. മക്കടി ഒന്നും മനുഷ്യർക്ക് വേണ്ട, പിന്നെ എങ്ങനെ മീൻ തിന്നണം? പുല്ല്. എന്തായാലും എന്തെങ്കിലും എടുത്തിട്ടുണ്ട് വരാം.
ഞാനൊന്നുമില്ല, അവനോട് ഒന്നുമില്ല. മീനൊക്കെ വെച്ചെന്നിരിക്കും. അതായത് മീൻ്റെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഫ്ലോട്ട് ചെയ്യണടുത്ത് പോവാം. ഫ്ലോട്ട് ചെയ്യുന്നിടത്തേക്ക് പോവാം. What a beautiful place, bro. മോനെ, നാട്ടിൽ വരുന്നപ്പോൾ ഫുൾ ടൈം ക്യാമ്പ് ചെയ്യാനായിട്ട് താറല്ലെങ്കിൽ എക്സ്പൾസ് എടുത്തുകൊണ്ട് നേരെ, സത്യം പറഞ്ഞാൽ ഞാൻ വാഗമണ് ഇടുക്കിയൊക്കെ ക്യാമ്പ് അടിക്കുമായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ അടിക്കണത് നമ്മുടെ എസ് വളവിൻ്റെ അവിടുത്തെ മലയിൽ. എന്നാ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം തണുപ്പും അത്യാവശ്യം ഹൈറ്റും അത്യാവശ്യം വ്യൂവും എല്ലാം കൊണ്ടും ഏറ്റവും ആക്സസ് ചെയ്യാൻ എളുപ്പം. അതായത് ഞാൻ എല്ലാ വീക്കെൻഡും ക്യാമ്പ് അടിക്കാൻ പോകും. സാറ്റർഡേ രാത്രി പോകും, സൺഡേ രാവിലെ വരും. അപ്പോൾ ഏറ്റവും ആക്സസ് ചെയ്യാൻ എളുപ്പം എനിക്ക് എസ് വളവായിരുന്നു. നമ്മുടെ ഉളുപ്പുണ്ടിക്ക് പോണ വഴി, വാഗമണ്ണൊക്കെ പോണ വഴി, മുട്ടത്തു നിന്നൊക്കെ തിരിഞ്ഞിട്ട് അതായിരുന്നു ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്നത്. ഒരു 1.5 മണിക്കൂറല്ലേ, 1.5 മണിക്കൂർ താഴെയൊക്കെ വന്നു. ഞാനൊക്കെ വെടിയുണ്ട പോലെയായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. വെടിയുണ്ട പോലെ പൂന്നൊരു പോക്ക. ആ എസ് വളവൊക്കെ ഇങ്ങനെ പാളണ സൗണ്ട് മാത്രമേ ഉള്ളൂ. മാൻ, ഐ മിസ് ദാറ്റ് ബ്രോ. എനിക്ക് മാൻ, നാടാണ് അത്ര ഒന്നും വരികയില്ല. ഇത്ര ഇതൊന്നും കാണാൻ രസമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണാനായിട്ട് നാടിനേക്കാളും നല്ല രസമൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തൊട്ട് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അമേരിക്ക മുഴുവൻ കറങ്ങി നടക്കാം. നാട് മുഴുവൻ കറങ്ങി നടക്കണമെങ്കിൽ അതിൻ്റെ അത്ര തൊട്ടൊന്നും ആവശ്യമില്ല. സോ ഫോർ മീ ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് എ ബിഗ് ഡിഫറൻസ്, ബിഗ്ഗസ്റ്റ് ഡിഫറൻസ്. നാട് മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് കാണാൻ പറ്റും. അതൊട്ട് കയ്യിലുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി. നാട്ടിലൊക്കെ ഒരു ബസ് വിളിച്ചിട്ടാണ് ലോകം മുഴുവൻ കാണാൻ പോകുന്നത്. അല്ലെ ലിഫ്റ്റ് അടിച്ചു പോവാം. ഇവിടെ പറ്റും, ഇവിടെ പറ്റുമായിരിക്കും, ചേക്കേഴ്സൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് വയ്യ. കണ്ട കർമ്മന്മാർ റോബ് ചെയ്യുന്നതിൻ്റെയൊക്കെ മൂട്ടിക്കൊണ്ട് നിന്ന് കൊടുക്കുക. സോ ഗൈസ്, ദിസ് ഈസ് ദ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇവിടുത്തെ അയ്യോ, ഞങ്ങൾ പണ്ട് ക്യാമ്പ് അടിച്ചതേ അവിടെ ആ മൂലയിലാണ്. അവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി ആ അറ്റത്ത്. അതെന്നാ റീസൺ എന്നറിയില്ല. അതിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കോ, അടച്ചിട്ടേക്കോ. ആൻഡ് ബ്രോ, ദിസ് പ്ലേസ് ഇസ് ബ്യൂട്ടിഫുൾ. ഇവിടെ ഇത് നോക്കണമല്ലോ, ജോലി തരുമായിരുന്നെങ്കിൽ പുല്ല് വെട്ടാനോ ക്ലീൻ ചെയ്യാനോ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ATVയോ ഒരു 4x4 ഒക്കെ ആയിട്ട് ഇവിടുത്തെ പുല്ലും വേസ്റ്റും ഒക്കെ പെറുക്കി ജീവിച്ചോളായിരുന്നു. നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചൂട് വരുമ്പോൾ പോകാം, ചൂട് വരുമ്പോൾ വാങ്ങിച്ചു പോകാം. ഇതിപ്പോൾ തണുപ്പാ. ഓ, ഈ പുല്ലുകളും ഉണ്ടോ എൻ്റെ മോനെ, ഹൈറ്റ് തന്നെ. പുല്ല് കോൺക്രീറ്റിൽ കൂടെ ഒക്കെ വളർന്നു നിൽക്കുവാണോ എൻ്റെ പൊന്നടാവേ, എന്നാ ഹൈറ്റാ നോക്കി. ഓക്കെ, നൈസ്. ഓക്കെ, അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെന്നോ ചുമ്മാ വായിച്ചാൽ falling in the overboard. ആഹാ, നോ ഫിഷിംഗ് ഉണ്ട് ഇവിടെ. ഞാൻ എന്നിട്ട് ഫിഷ് ചെയ്തല്ലോ. നോ സ്വിമ്മിങ്. ഞാൻ സ്വിമ്മിങ് പോവായിരുന്നു, പക്ഷെ ചെയ്തില്ല. സൺബേത്തിങ് എനിക്കിഷ്ടമല്ല. ബോട്ട് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഒള്ളി. Man, this place so fucking beautiful, bro. മിറ്റിൽ കിടക്കും ലോഡ്. ഞാനിവിടെ ബൈക്ക് വന്നിട്ടുള്ള കേട്ടോ. ഞാൻ നിതിന്, അതിന് മുമ്പ് ഞാൻ സന്ദീപേട്ടൻ സിറില്, അതിനു മുമ്പ് ഞാൻ സിറില്, അതിനു മുമ്പ് ഞാൻ സിറില്, റോഷൻ, വരുൺ, അർജുൻ ഉണ്ടായിരുന്നു.
പറഞ്ഞില്ലായിരുന്നു. വയസ് ഇത് മീൻ മുട്ടയാണോ അതല്ലോ പൊല്യൂട്ടഡ് ആയി കിടക്കുന്നു? Bro, I think it's mean mota, man. I think it's mean mota. ഇഷ്യൂ ട്രോളല്ലേ? ട്രോളാൻ മാത്രം റീച്ചൊന്നുമില്ല, എവിടെ നിന്ന് യൂട്യൂബ് പോലും ഇല്ല. ഇതൊക്കെ ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ശേഖരിച്ചിട്ട് എല്ലാം കൂടെ ഇട്ട് യൂട്യൂബിലൊക്കെ ഇടണം. ഇതിൽ റീച്ചൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, യൂട്യൂബ് പറഞ്ഞിരിക്കട്ടെ എന്നോർത്തു. പ്രൊമോഷൻ പോലും ഇല്ല, ഞാൻ മാത്രം കണ്ടാൽ മതി. എനിവേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഡെമോ ഈശ്വര സോളോ ട്രിപ്സ് ഇറ്റ്സ് നൈസ്. നല്ല സൗണ്ട്. ഓക്കെ, ഞാൻ ഓഫ് ചെയ്യട്ടെ. പക്ഷേ ഞാൻ ഒരു 10 മിനിറ്റോടെ വീഡിയോ അവസരം എടുക്കുകയാണ്. സോ അവിടെ നമ്മുടെ വണ്ടി കിടക്കണു, നമ്മൾ അങ്ങോട്ടേക്കൊക്കെ പോണേ. എന്തിനാ അറിയാം? സോ വണ്ടി തണുത്തിരിക്കുക, നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. വണ്ടിയുടെ കോൾഡ് സ്റ്റാർട്ട് അബീബി. ഓ ഷിറ്റ്, ഇവിടെ മുഴുവൻ സാധനങ്ങളാണ്. അത് പവർ സ്റ്റേഷനാണ്, ബാറ്ററി ബാക്കപ്പ്. ഇവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മെൻസും വുമൻസിനും സെപ്പറേറ്റ് വേണം. ഇൻറ്റീരിയർ കാണിച്ചില്ല, അകത്ത് കാണിച്ചില്ല. ഫുൾ സംവിധാനം ഇങ്ങനെ നടത്തും. കുഴപ്പമില്ല, പക്ഷെ വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ. അച്ഛൻ ഇതുണ്ടോ മൂത്രമൊക്കെ ഇങ്ങനെ ഒഴിച്ച് അമേരിക്ക ഇത് കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര വൃത്തിയാണ്, പക്ഷെ എന്നാലും ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. സോ ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങ് അപ്പുറത്താണ് ക്യാമ്പിങ്, ആ അറ്റത്ത്. ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്, അവിടെയും പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇതാണ് അവസ്ഥ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് റൗണ്ട് അടിച്ചിട്ട് വരാം. ഈ പ്രോപ്പർട്ടി ഫുൾ കറക്കി കാണിക്കാം.
ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ക്യാമ്പ് അടിച്ചത് ആ സ്പോട്ടിലാണ്. അത് നൈസ് സ്പോട്ടാണ്. പക്ഷെ ഇവർ എന്തുകൊണ്ട് അതിപ്പോൾ ഓപ്പൺ ആക്കുന്നില്ലെന്ന് അറിയില്ല. കണ്ടല്ലേ, ഈ അവിടേക്ക് ആൾക്കാരില്ല, ആ കോർണറിലേക്ക് ആരും ഇല്ല. ഇവിടെ സ്പോട്ടായിരുന്നു, നൈസായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ അല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിനിടയ്ക്ക് അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു, ഒരു വെളുമ്പൻ കൊച്ച്. നമ്മൾ എങ്ങോട്ട് വരാൻ നേരത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ റെവ് ഇറ്റ് എന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അത് കൊച്ചു വണ്ടി ലൈക്ക് കാല് കൊടുക്കാനായിട്ട് റെവ് ചെയ്യാൻ പറഞ്ഞ. പക്ഷെ ഞാൻ ചെയ്തല്ല. അവിടെ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത്. ആ കൊച്ചു ചമ്മയിൽ പോയൊരു ഫീലൊക്കെ കിട്ടുന്നു. ആ 2 മാൻ ഇവിടെ ഇപ്പുറത്തെത്തി. അയ്യോ, സോ അതും ഫുൾ ക്യാരവൻസാ. ക്യാരവൻ അല്ല, ഇവിടെ RV. സോ ക്യാരവനും ഉണ്ട്, RV ഉണ്ട്. ഇത് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈലക്സ് പോലത്തെ നാട്ടിലെ പിക്കപ്പ് ട്രക്കിൽ അവർ ഫുൾ കെട്ടി വലിച്ചുകൊണ്ട് വരും. എൻ്റെ മോനെ, ദാറ്റ് ലൈഫ് ബ്രോ. അതിനകത്ത് എന്നിട്ട് അവർ താമസിക്കുമോ? ഈ ഒരു വീട് അവർ വലിച്ചോണ്ട് വരും ഒരു വണ്ടിക്ക്. എന്നാ നാട്ടിൽ ഇതൊക്കെ ആണ് പുല്ല്. ഇതുണ്ട പഴയ ഒരു ടാക്കോമ, അതാ വലിച്ചോണ്ട് വന്ന വണ്ടിയാ, വലിയ സാധനം, പഴയ ടാക്കോമ. അവരാ വീട് വരെ അതിനകത്തുനിന്ന് പാർട്സ് ആക്കി സെറ്റ് ചെയ്തു. ഇതുണ്ടോ, ഡ്യുവലി 2 ടയർ ബാക്കിലുള്ള ട്രക്ക്, അത് വലിച്ചോണ്ട് വന്ന വണ്ടി. ഇവിടെ അത് വലിച്ചോണ്ട് വന്ന വണ്ടി. എൻ്റെ മോനെ, വാട്ട് എ ലൈഫ് ബ്രോ മാൻ. എന്നാലും എനിക്ക് നാട് മതി കേട്ടോ. ഇറ്റ്സ് ഓൾ സോ എക്സ്പെൻസീവ്. ലൈക്ക് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഇറ്റ്സ് ഈസിലി അഫോർഡബിൾ പണിയെടുക്കുവാണെങ്കിൽ. പക്ഷേ യുനോ ഐ ഡോണ്ട് വാണ്ട് ടു കീപ് വർക്കിംഗ്. എനിക്ക് ജോലിയൊക്കെ നിർത്തി കുറച്ച് നാൾ വല്ല കൃഷിയൊക്കെ ചെയ്യണം. അതിനൊന്നും പറ്റിയില്ല. ഫുൾ ടൈം ജോലി എടുത്തോണ്ടിരുന്നാലേ ശരിയാവില്ല. നമ്മളും ആ ലൂപ്പിൽ പെട്ടു. നമുക്കെന്നാ തിരിക്കാമല്ലേ? ലൈക്ക് ഇവിടെ നിന്ന് അങ്ങനെ കുറേ സ്പോട്ടുണ്ട്. ഓക്കെ, വേറെ ഒരു മാൻകൂട്ടത്തെ കാണിച്ചു തരാം. ഓ, ഇതൊരു മാൻകൂട്ടം തന്നെയാണ് കേട്ടോ. വീട്ടിൽ വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പൊന്നു മോനെ, നിന്നെയൊക്കെ വെടിവെക്കാൻ പറ്റുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ നിന്നെയൊക്കെ വെടിവെച്ച് കറിയാക്കൂടെ പട്ടികളെ, സോറി മാനുകളെ. എൻ്റെ മോനെ, മനുണ്ടോ? ഒന്ന് തലോടാൻ പറ്റുമോ? ഒന്ന് തലോടാനാ. ഓ മാൻ, ബ്യൂട്ടിഫുൾ. എന്നൊക്കെ വീഡിയോ കൂടെ ഒരു ദിവസം. റിവ്യൂ ആവുമെന്ന് ഞാനായിട്ടിപ്പോൾ റിവ്യൂ ചെയ്യുന്നില്ല. ഒന്നുകൂടെ ചോദിച്ചാൽ ഞാൻ റിവ്യൂ ചെയ്ത് കൊടുക്കും. എൻ്റെ മനസ്സ് തകർന്നു പോയി ആ കൊച്ചു നേരത്തെ ചമ്മിപ്പോയപ്പോൾ.